കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ പ്രധാന മുൻകൈയിൽ കണ്ണൂരെ ഏതാനും ധീര സഖാക്കൾ ചേർന്ന് ആരംഭിച്ച ഇസ്ലാമിക ബാങ്കിങ് സ്ഥാപനം ഹലാൽ ഫായിദ എന്നായിരുന്നു അതിൻ്റെ പേര്. ഈ സ്ഥാപനം പൂട്ടി, അതിൻ്റെ പ്രവർത്തനം ഇല്ലാണ്ടായി എന്ന് മാത്രമല്ല, അവിടെ പണം നിക്ഷേപിച്ച ആളുകളുടെ കാര്യം കട്ടപ്പുകയായി എന്നൊരു വാർത്ത കഴിഞ്ഞ ദിവസം ന്യൂസ് ചാനലുകളും പിന്നീട് പത്രങ്ങളിലും കണ്ടു. ഞാനിപ്പോൾ അതിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ വേണ്ടിയല്ല ഈ വീഡിയോ ചെയ്യുന്നത്. അങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങിക്കഴിഞ്ഞാൽ അതൊന്നും അധികം നാൾ പ്രവർത്തിക്കില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇങ്ങനെ ഒരു സ്ഥാപനം മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ല, ജമാഅത്തെ ഇസ്ലാമി ആരംഭിച്ച പോലും നമ്മുടെ നാട്ടിൽ നടപ്പാക്കുകയില്ല. കാരണം ആളുകൾക്ക് പലിശരഹിത ബാങ്കിങ് എന്നൊക്കെ പറഞ്ഞ് കേൾക്കാൻ നല്ല രസമുണ്ട്, പറയാനും കേൾക്കാനും സുഖമുണ്ട്. പക്ഷേ അത് പ്രാവർത്തികമാക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഇസ്ലാം മതത്തിൽ പലിശ പാടില്ല, കാത്തോലിക്ക മതത്തിൽ പലിശ പാടില്ല എന്നൊക്കെ പറയുമെങ്കിലും പലിശയില്ലാതെ ഈ രാജ്യത്ത് ഒരു ബിസിനസ്സും മുന്നോട്ട് പോവുകയില്ല. നിങ്ങളുടെ പണം ഞങ്ങൾക്ക് തരൂ, ഞങ്ങൾ ബിസിനസ് ചെയ്ത് അതിൻ്റെ ലാഭവിഹിതം നിങ്ങൾക്ക് തരാം എന്നൊക്കെ പറഞ്ഞ് കേൾക്കാൻ രസമുണ്ട്. പക്ഷേ ഇങ്ങനെ നടത്തുന്ന സ്ഥാപനങ്ങൾ 10-ൽ 9 അല്ല 10-ൽ 10 തട്ടിപ്പ് സ്ഥാപനങ്ങളാണ്. അത് കേരളത്തിൽ ഇതുവരെയുള്ള ചരിത്രം ഈ ആട് തേക്ക് മാറ്റിയ പോലെ അത് പ്രസിദ്ധമായിട്ടുള്ള കാര്യമാണ്. ഇസ്ലാമിക സാമ്പത്തിക സംരംഭങ്ങൾ, നമ്മുടെ ഒരു മുസ്ലിയാർ, ഒരു തലക്കെട്ടുകാരൻ ഇവിടെ സ്വർണ്ണാഭരണശാലകൾ തുടങ്ങിയത് ഓർമ്മയില്ല. ഇസ്ലാമിക സ്വർണ്ണാഭരണ തട്ടിപ്പ്, എന്തുമാത്രം ആൾക്കാരുടെ പൈസ പോയത്, എത്ര ആളുകളുടെ സ്വർണ്ണമാണ് നഷ്ടപ്പെട്ടത്. അപ്പോൾ ഈ ഇസ്ലാമികമായിട്ടുള്ള ബിസിനസ്സായിരുന്നു. കാശ് നമ്മുടെ അടുത്ത് മേടിക്കും, സ്വർണം അടുത്തതിൻ്റെ പിന്നത്തെ കൊല്ലം തരാം എന്ന് വാഗ്ദാനിച്ച് ഈ പുള്ളിയുടെ പരസ്യം സകല പത്രത്തിലും 1-ാം പേജിൽ വരും. പ്രധാനപ്പെട്ട മുസ്ലിയാക്കന്മാർ, ഔലിയാക്കളൊക്കെ പുള്ളിയുടെ പരസ്യത്തിൽ കയറി നിൽക്കും. അതുപോലെ രാഷ്ട്രീയ നേതാക്കന്മാർ നിൽക്കും, സാമൂഹിക നായകന്മാർ നിൽക്കും, സാംസ്കാരിക ചിന്തകന്മാർ നിൽക്കും, പലരും നിൽക്കും. കാശാരുടെ പോവും, സാധാരണക്കാരുടെ കാശ് പോവും. ഈ നേരത്തെ പറഞ്ഞ ആരെങ്കിലും 5 പൈസ പോകുമോ? അത് പോവില്ല. അപ്പോൾ ഈ പരിപാടിയൊക്കെ എന്ന് വെച്ചാൽ കേൾക്കാൻ രസമുണ്ട്. ഇനി ഇസ്ലാമിനെതിരാണ് പലിശയെങ്കിൽ ബാങ്കിൽ ജോലി കിട്ടുന്ന മുസ്ലിങ്ങൾ ആരും ജോലിക്ക് പോകേണ്ടത് വിചാരിക്കും. അത് ഹറാമല്ലേ? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ജോലി ചെയ്യുന്നത് ഇസ്ലാമിനെതിരാണ് എന്ന് കരുതി ഏതെങ്കിലും ഒരു മുജാഹിദുകാരൻ, സുന്നികൾ പോട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജമാഅത്തെ ഇസ്ലാമിക്കാരൻ ഞാനിനി ബാങ്കിൽ അപ്ലൈ ഇല്ല, ബാങ്കിൽ ജോലിക്ക് കിട്ടിയാൽ പോവില്ല, അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള ബാങ്കിലെ ജോലി ഞാൻ രാജിവെക്കും എന്ന് പറഞ്ഞ് നിങ്ങൾ കിടന്നു. ഇതൊക്കെ പറയാൻ രസമുണ്ട്, പക്ഷേ നടപ്പുള്ള കാര്യമല്ല. മുസ്ലിം ലീഗുകാരോ ജമാഅത്തെ ഇസ്ലാമിക്കാരോ നടത്തിയാൽ പോലും വിജയിക്കാത്ത സാധനമാണ് ഇസ്ലാമിക് ബാങ്കിങ് നമ്മുടെ കേരളത്തിൽ, നമ്മുടെ ഇന്ത്യയിൽ. അതാണ് മാർക്സിസ്റ്റ് പാർട്ടി നടപ്പാക്കാൻ പോകുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എന്തൊരു വലിയ അസംബന്ധമാണ്. മാർക്സിസ്റ്റ് പാർട്ടിയോ CPI കോൺഗ്രസോ BJP നടപ്പാവുന്ന സാധനമാണോ? ഒന്നാമത് ഇവർക്ക് ബാങ്കിങ് ബിസിനസ് അറിയില്ല. അത് വലിയൊരു സംവിധാനമാണ്. പണം എങ്ങനെ സമാഹരിക്കണം, എങ്ങനെ അത് റോൾ ചെയ്യണം, എങ്ങനെ പലിശ കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കാം, ഇതൊന്നും അറിയാൻ പാടില്ലാത്ത ആൾക്കാർ ചായക്കട നടത്താൻ എക്സ്പീരിയൻസ് ഇല്ലാത്തവന്മാരാണ്. അല്ലെങ്കിൽ ദിനേശ് ബീഡി കമ്പനി ഫലപ്രദമായി നടത്താൻ പറ്റാത്ത ആളുകൾ ഇസ്ലാമിക് ബാങ്കിങ് കൊടുക്കുന്നത്. ഇത് നമ്മുടെ തോമസ് ഐസക്കിൻ്റെ ഒരു ഐഡിയ ആയിരുന്നു. പുള്ളി കേരള സംസ്ഥാന ബഡ്ജറ്റിൽ പോലും പലിശരഹിത ബാങ്കിങ്ങിന് എന്തോ വ്യവസ്ഥകളൊക്കെ ഉണ്ടാക്കി. വല്ലതും നടപ്പായോ? ഒന്നും നടപ്പായില്ല, ഒന്നും നടപ്പാവുകയില്ല. ആരുടെ കുറ്റമല്ല, നടപ്പാക്കാൻ പറ്റാത്ത അസാധ്യമായിട്ടുള്ളൊരു ആശയമാണ്. അപ്പോഴാണ് CPMകാർ ഹലാൽ ഫായിദ ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മുടെ KT ജലീലും ഇതിനൊരു വലിയ ഉത്സാഹിയാണ്. പുള്ളിയെ പറ്റാണ് ഇത് ഉദ്ഘാടിച്ചെന്നിരിക്കുമോ. ഉദ്ഘാടനം മഹാമഹമൊക്കെ ഗംഭീരമായി. അത് കഴിഞ്ഞ ആൾക്കാർ സുലൈമാനി കഴിച്ച് പിരിഞ്ഞു പോയി. പക്ഷേ കാര്യമായ നിക്ഷേപമൊന്നും ഒരു സ്ഥലത്തുനിന്ന് കിട്ടിയില്ല. ഇത് നിക്ഷേപിച്ചവർക്ക് തന്നെ പലിശ കൊടുക്കേണ്ട ആവശ്യമില്ല, മുതൽ തിരിച്ചു കൊടുക്കാനും പറ്റാത്ത സാഹചര്യം ഉണ്ടായി. ഇത്രയേ ഉള്ളൂ ഈ CPMൻ്റെ ഇസ്ലാമിക ബാങ്കിങ്. ഇത് പറയുമ്പോൾ ഈ മുസ്ലിങ്ങളെ മാർക്സിസ്റ്റ് പാർട്ടിയിലേക്ക് ആകർഷിക്കാൻ വേണ്ടി മുഖ്യധാര എന്ന പേരിലൊരു പ്രസിദ്ധീകരണം തുടങ്ങിയതാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ജലീൽ സാഹിബായിരുന്നു അതിൻ്റെ അമരക്കാരൻ. അതിനകത്ത് വലിയ വലിയ പണ്ഡിതന്മാരെ കൊണ്ട്, ചിന്തകന്മാരെ കൊണ്ട്, KN കുഞ്ഞന്മാരെ കൊണ്ടൊക്കെ എഴുതിച്ചു. കുറച്ച് പേരൊക്കെ അത് വായിച്ചു, കുറച്ച് പേർക്ക് രോമാഞ്ചുണ്ടായി. പിന്നെ അതിൻ്റെ പ്രസിദ്ധീകരണം നിലച്ചു. ഇപ്പം അങ്ങനെ പ്രസിദ്ധീകരണത്തെ പറ്റി കേൾക്കാൻ തന്നെ ഇല്ല. ഇപ്പം പുരാരേഖകളുടെ കൂട്ടത്തിൽ അന്വേഷിക്കുന്നു, ചരിത്ര പുസ്തകങ്ങൾ അന്വേഷിക്കുന്ന സ്ഥലത്ത് CPIMൻ്റെ വിഖ്യാതമായ മുഖ്യധാര, ഈ മുഖ്യധാര വായിച്ചിട്ട് എത്ര മുസ്ലിങ്ങൾ മാർക്സിസ്റ്റ് പാർട്ടി ചേർന്നു? ഉള്ള ആൾക്കാർ തന്നെ പാർട്ടി മെമ്പർഷിപ്പ് പിൻവലിച്ച് ഓടിക്കളയുന്നത്. അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടല്ലോ, കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കണ്ടു. CPM മുസ്ലിങ്ങളെ പ്രീതിപ്പെടുത്താൻ വേണ്ടി നടത്തിയ ശ്രമങ്ങൾ എന്തുമാത്രം വിജയിച്ചു. 2023 ഒക്ടോബർ 7-ാം തീയതി പാലസ്തീനിൽ ഇസ്രായേൽ നടത്തിയ കടന്നാക്രമണത്തെ ന്യായീകരിച്ച ആളുകൾ, അത് ഫേസ്ബുക്കിൽ വലിയ വലിയ അനുഭവക്കുറിപ്പുകൾ, അഭിപ്രായ പ്രകടനം നടത്തിയ ആളുകൾ,
ഇവർക്കൊക്കെ എന്ത് സംഭവിച്ചു? ഇസ്രായേലിൻ്റെ മേൽ ഹമാസ് എന്ത് ചെയ്താലും ഞാൻ ഹമാസിനെ ന്യായീകരിക്കും എന്ന് പറഞ്ഞ സ്വരാജ് നിലമ്പൂർ മത്സരിച്ചിട്ട് എന്ത് സംഭവിച്ചു? പാർലമെൻറ്റിലേക്ക് ധീര സഖാക്കൾക്ക് എന്ത് സംഭവിച്ചു? ഇളവരം കരിയും. മുസ്ലിങ്ങൾക്ക് നിർണായക സ്വാധീനമുള്ള കോഴിക്കോട്ട് മത്സരിച്ചിട്ട് എന്ത് സംഭവിച്ചു? കരീമിന് മുസ്ലിങ്ങളുടെ വോട്ട് കിട്ടിയില്ല, ഹിന്ദുക്കളുടെ വോട്ട് കിട്ടിയില്ല. മുസ്ലിങ്ങളുടെ വോട്ട് എം കെ രാഘവൻ കിട്ടി. ഹിന്ദുക്കളുടെ വോട്ടിൽ നല്ലൊരു ഭാഗം കരീമിൻ്റെ പെട്ടിയിൽ നിന്ന് ചോർന്ന് എം ടി രമേശിൻ്റെ പെട്ടിയിലേക്ക് പോയി. അതാണ് സംഭവിച്ചത്. അത് തന്നെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലും സംഭവിച്ചത്. ഹിന്ദുക്കളുടെ വോട്ട് പോവുകയും ചെയ്തു, മുസ്ലിങ്ങളുടെ വോട്ട് കിട്ടിയതുമില്ല, കടിച്ചതുമില്ല, പിടിച്ചതുമില്ല, അതുമില്ല, ഇതുമില്ല, അമ്മയുടെ ദീക്ഷയില്ല എന്ന അവസ്ഥയിലെത്തി. ഇത് തന്നെയാണ് ഇസ്ലാമിക് ബാങ്കിങ്ങിലും നടന്നത്, ഇത് തന്നെയാണ് മുഖ്യധാരയിലും നടന്നത്, അത് തന്നെയാണ് ഇപ്പോൾ പല രംഗങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്. പിണറായി വിജയൻ മകളെ മുഹമ്മദ് റിയാസിന് കല്യാണം കഴിച്ചു കൊടുത്തു എന്ന് കരുതി ഏതെങ്കിലും മുസ്ലിം ഇത്തവണ മുസ്ലിം ലീഗിന് വോട്ട് ചെയ്യണ്ട, നമുക്ക് മാർക്സിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്തോളാം എന്ന് വിചാരിക്കും, ഒരാളും ചെയ്യില്ല. അപ്പോൾ ഇതൊക്കെ ശുദ്ധ കോമാളിത്തരമാണ്. സഖാക്കൾക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. കാരണം അവരുടെ തലക്കകത്ത് മുഴുവൻ പ്രത്യയശാസ്ത്രവും പിന്നെ അറക്കപ്പൊടിയുമാണ്. അപ്പോൾ ലാൽ സലാം, പിന്നെ കാണാം.